ചെങ്ങന്മാരെ എങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ നീച്ചപ്പാട് സുലൈമാക്ക പറഞ്ഞു ഉമ്മറട്ടി നമുക്കിന്ന് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിട്ടാ മറക്കല്ലട്ടാ വണ്ടി സ്റ്റാർട്ടാക്കി സുലൈമാക്കാനും കയറ്റി നേരെ വിട്ടിട്ടാ പച്ചക്കറി കട. അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നിട്ടാ. അങ്ങനെ സുലൈമാക്ക ഒരു തലക്കുന്ന സാധനങ്ങൾ പറയുമ്പോൾ നമ്മൾ തലക്കുന്ന കൈക്കൽ തുടങ്ങിയിട്ട ചെങ്ങന്മാരെ. നമ്മൾ നോക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ സാധനം എടുത്ത് സെറ്റ് ആക്കലും പൈസ കൊടുക്കലും ബില്ല് വാങ്ങലും അവർ നേരെ വണ്ടിക്ക് സാധനം വെക്കലും ഒക്കെ കൂടി ജഗ പോകാൻ സംഭവമായിട്ട് അവിടുന്ന് ഇറങ്ങിയ പാടാണ് നമ്മൾ സുലൈമാക്ക പറഞ്ഞ് നേരെ വിട്ട് നമ്മളെ ഫ്ലവർ മാർക്കറ്റിലേക്ക് അവിടുന്ന് സാധനം വാങ്ങാണ്ട്. ഫ്ലവർ മാർക്കറ്റിൽ എത്തിയപ്പോൾ നമ്മൾ റിസ്ക് തപ്പാളെ പരിപാടിയിട്ട് തപ്പി പിടിച്ച് വാങ്ങിയതിന് ശേഷം പൈസയും കൊടുത്ത് ബില്ലും വാങ്ങിയതിന് ശേഷം നേരെ വിട്ടിട്ട് വക്കാലേക്ക് അവിടുന്ന് റീചാർജ് ചെയ്തതിന് ശേഷം നേരെ വിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ സാധനം ഇറക്കിയതിന് ശേഷം ബാബാന്റെ വണ്ടിയൊക്കെ തുടച്ചതിന് ശേഷം നേരെ വിട്ടിട്ട് കിച്ചണിൽ പോയപ്പോൾ നല്ല കുബൂസും അതേപോലെ നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നിട്ട് അത് കഴിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ബാബാന്റെ ഒരു വിളി ഉമ്മറട്ടിയെ വണ്ടി സ്റ്റാർട്ടാക്കി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാണ്ട് ചെക്കപ്പ് ഉള്ള ദിവസമാണ്. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി ബാബാനും കയറ്റി നേരെ വിട്ടിട്ട് നമ്മൾ നൂർ ഖലീജ ഹോസ്പിറ്റലിലേക്ക് ബാബാനെ അവിടെ ഇറക്കിയതിന് ശേഷം നമ്മൾ നേരെ വിട്ട് പമ്പക്ക് വണ്ടിയിൽ പെട്രോൾ ഫുൾ ടാങ്കി അടിച്ചതിന് ശേഷം നേരെ വിട്ട് ഹോസ്പിറ്റലിൽ കിട്ടും. അപ്പോൾ നമ്മൾ ബാബാന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാബാനും കയറ്റി നേരെ വിട്ടിട്ടാ വീട്ടിൽ എത്തിയപ്പോൾ കുറച്ചേരം ഫോണും വലിച്ച് കഴിഞ്ഞിരിക്കുമ്പോഴാണ് മാമാന്റെ ഒരു വിളി ഉമ്മറട്ടിയെ വണ്ടി സ്റ്റാർട്ടാക്കി സാധനം വാങ്ങി കൊണ്ടാണ്ട്. അങ്ങനെ മാമാടത്തും പൈസയും വാങ്ങി വണ്ടി സ്റ്റാർട്ടാക്കി മറൂഫിനും കയറ്റി നേരെ വിട്ടിട്ട് നമ്മളെ ഫ്ലവർ മാർക്കറ്റിക്ക് അവിടെ പോയതിന് ശേഷം അവിടുന്ന് സാധനമൊക്കെ വാങ്ങി പൈസയും കൊടുത്ത് ബില്ലും വാങ്ങിയതിന് ശേഷം നേരെ വിട്ട് നമ്മളെ കുവൈത്താത്ത ലുലുവിനെ കണ്ടിട്ട് ചെങ്ങന്മാർ അവിടെ സ്പെഷ്യൽ പരിപാടികളൊക്കെ ഇപ്രാവശ്യം നടക്കുന്നുണ്ട് കേട്ടോ. ഓണത്തിന്റെ പരിപാടികൾ നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കിയതിന് ശേഷം ലുലുവിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ചെങ്ങന്മാരെ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഓണച്ചന്ത വല്ലാത്ത ജാതിട്ട് അവിടെ പായസം നിരത്തി വെച്ചിരിക്കണം. ഇതൊന്നും നോക്കിയാൽ 2 പായസമാണ് പറഞ്ഞിട്ട് മറൂഫ് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലട പായസം അതേപോലെ അടപ്രഥമവും അത് കുടിച്ചപ്പോൾ മോനെ വേറെ ലെവല്. പിന്നെ അതേപോലെ 22-ാം തീയതി നമ്മൾ കുവൈത്താത്ത ലുലുവിൽ 6:30 മുതൽ പരിപാടി നടക്കുന്നുണ്ട്. ചെങ്ങന്മാരെ ഫാമിലി എല്ലാവരും പൊയ്ക്കോളിയും വടംവലി അങ്ങനെ ഓണത്തിന്റെ എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മളിതിൽ താഴെ നമ്പർ കൊടുക്കുക, അതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുക്കുക. അന്ന് നേരെ വിട്ടിട്ടാ വീട്ടിലേക്ക് എത്തിയപ്പോൾ നിസ്കാരം ഫുഡേക്കൽ കഴിഞ്ഞ ശേഷം നമ്മൾ ഒറ്റക്ക് എടുത്താൽ വൈകിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആകെ കൂടി മഴക്കാറും പൊടിക്കാട്ടും ഒക്കെ കൂടി ജഗ പോകാട്ടോ. അപ്പോഴാണ് മാമാന്റെ ഒരു വിളി ഉമ്മറട്ടിയെ സാധനം വാങ്ങിക്കൊണ്ടാണ്ട് മാമാടത്ത് പൈസയും വാങ്ങി വണ്ടി സ്റ്റാർട്ടാക്കി നേരെ വിട്ടിട്ട ഗ്രാൻഡ് മാർട്ടക്ക്. അവിടുന്ന് ബ്രെഡ് വാങ്ങി റിട്ടേൺ വരുമ്പോഴാണ് മാമാന് പച്ചക്കറി വാങ്ങി കൊണ്ടേ അവിടുന്ന് നേരെ വിട്ടിട്ട പച്ചക്കറി കടക്ക്. അവിടെ പോയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ സൗകര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷം നമ്മളെ സാധനങ്ങളൊക്കെ പറഞ്ഞ ശേഷം അവര് സാധനങ്ങൾ വേറെ എടുത്തു തന്നു. അതേപോലെ പൈസയും കൊടുത്ത് ബില്ലും വാങ്ങിയതിന് ശേഷം അവര് നേരെ വണ്ടിക്ക് സാധനങ്ങൾ വെച്ചാന്നിട്ട ചെങ്ങന്മാരെ. അവിടുന്ന് നേരെ വിട്ട സഫീർ പോയി ബ്രെഡും വാങ്ങി പൈസയും കൊടുത്ത് ബില്ല് വാങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് സൈനുദ്ദീൻ മുസ്തഫാക്ക് അവിടെ സംസാരിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ബാബാന്റെ ഒരു വിളി ഉമ്മറട്ടിയെ വണ്ടി സ്റ്റാർട്ടാക്കി പള്ളിയിൽ പോകല്ലേ എന്നാണ്. വണ്ടി സ്റ്റാർട്ടാക്കി ബാബാനെ കയറ്റി നേരെ വിട്ട് പള്ളിക്കേക്ക്. അപ്പോൾ എത്രയുള്ള വീഡിയോ അടുത്ത മണിക്കാത്തുക. ഓക്കെ ബൈ.